ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇൻ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഐ ACCA മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പല സ്റ്റുഡൻസിൻ്റെയും അശ്രദ്ധ കാരണം അവർ വരുത്തുന്ന ടോപ്പ് 5 മിസ്റ്റേക്സ് ഇൻ യുവർ എക്സാംസ്. അപ്പോൾ ഇത് കാരണം നിങ്ങൾക്ക് മാർക്സ് പോകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ എക്സാം തോറ്റു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ മിസ്റ്റേക്സ് എന്നും അത് എങ്ങനെ മറികടക്കാം എന്നും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ആ മിസ്റ്റേക്സ് എന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ മിസ്റ്റേക്ക് ആയിട്ട് വരുന്നത് പൂവർ ടൈം മാനേജ്മെന്റ് ആണ്. പൂവർ ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സമയം നമുക്കറിയാം, നമ്മളെ സ്കിൽ ലെവൽ എക്സാംസ് ആവുമ്പോൾ 3 hours എക്സാം ആണ് വരുന്നത്, പ്ലസ് 15 minutes കൂൾ ഓഫ് ടൈം ഉണ്ട് അല്ലേ. അപ്പോൾ ഈ 3 hours എക്സാമിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളെ ആൻസേഴ്സ് അലൊക്കേറ്റ് ചെയ്ത് പോകണം. ആ ടൈം ആൻസേഴ്സിനോട് അലൊക്കേറ്റ് ചെയ്ത് പോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 hours ചില കുട്ടികൾക്ക്, ചില സ്റ്റുഡൻസിന് വളരെ ഹെക്റ്റിക് ആയിട്ട് തോന്നാറുണ്ട് പലപ്പോഴും. ഈ ടൈം 3 hours കൊണ്ട് എങ്ങനെ ഞാൻ ഈ എക്സാം തീർക്കും എന്നും തോന്നാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും പല സ്റ്റുഡൻസിൻ്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ മറികടക്കാം, ഹൗ ടു ഫിക്സ് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് 3 കാര്യങ്ങൾ പറയാം. ടൈം അലൊക്കേഷൻ കൊടുക്കുക. എല്ലാ ക്വസ്റ്റ്യൻസിനും, നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും അതിന് മാർക്കിനനുസരിച്ച് എന്ത് ചെയ്യുക, ടൈം അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈം മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ മൂവിങ് ഓൺ, ഇത് പലവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് എക്സാമിൽ മാത്രമല്ല, റിയൽ ലൈഫ് സിറ്റുവേഷൻസിലും മൂവ് ഓൺ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായ സംഭവമാണ്. എങ്ങനെ വിട്ട് കളയും, എങ്ങനെ ഇത് വിട്ട് കഴിഞ്ഞാൽ എൻ്റെ മാർക്ക് പോവോ, ആ ആൾ എന്നെ വിട്ടു പോവോ, അങ്ങനെയൊക്കെ തോന്നാറില്ലേ. അതന്നെയാണ് എക്സാക്ട്ലി, മൂവ് ഓൺ ചെയ്യണം. നമുക്ക് പറ്റാത്തൊരു സംഭവമാണ്, എന്ത് ചെയ്യണം, വിട്ട് കളയണം. വിട്ട് കളയുന്നേ പാകമുള്ളൂ. നമുക്കിത് കണ്ടിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാനത് മൂവ് ഓൺ ചെയ്യും. എനിക്ക് അവിടെ വേറെ സ്ഥലത്ത് മാർക്ക് കിട്ടാനുണ്ട്. ഈ 2 മാർക്ക് കിട്ടി, ചിലപ്പോൾ സെക്ഷൻ എയിൽ ഒരു ക്വസ്റ്റ്യൻ വളരെ ടഫ് ആയിരിക്കും. ഈ 2 മാർക്ക് കിട്ടാൻ ഞാൻ എന്ത് ചെയ്യില്ല, എൻ്റെ ഉള്ള സമയം മൊത്തം 10-15 മിനിറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒരിക്കലും കൊടുക്കില്ല. ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ഇനിയും മാർക്ക് വേറെ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടാനുണ്ട് അല്ലേ. സെക്ഷൻ ബി ഉണ്ട്, സെക്ഷൻ സി ഉണ്ട്, അവിടെ നിന്നൊക്കെ മാർക്ക് കിട്ടാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, മൂവ് ഓൺ ചെയ്യും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അത് അറ്റൻഡ് ചെയ്ത് മൂവ് ഓൺ ചെയ്യും. അപ്പൊ അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂവ് ഓൺ ചെയ്യണം നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ സ്റ്റക്ക് ആണെങ്കിൽ. പിന്നീട് നിങ്ങൾക്ക് അവസാനം ആവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചു വന്ന് അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെക്കാൻ പറ്റും. പിന്നെ പ്രാക്ടീസ് വിത്ത് പാസ് പേപ്പേഴ്സ്. ഞാനിത് പണ്ട് നമ്മളുടെ ഒരു വീഡിയോയിൽ, ഞാൻ ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എവിടെയാണ് ഈ പാസ് പേപ്പേഴ്സ് കിട്ടുക, എക്സാക്ട്ലി നമ്മുടെ CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം. അത് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഈ ചാനൽ തന്നെ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ഓഫ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ചാനൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് നമുക്ക് എന്ത് കിട്ടുക, പാസ് പേപ്പേഴ്സ് കിട്ടുക. സി, പാസ് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി റിസോഴ്സ് ആണ്. ഈ ACC എക്സാംസ് പാസ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ് പേപ്പേഴ്സ് പഠിച്ചിരിക്കണം, അത് ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ACC എന്ന് പറയുന്ന പേപ്പേഴ്സ്, അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ അധികം റിപ്പീറ്റേഷൻസ് ഉള്ളതാണ്. പാസ് പേപ്പേഴ്സിൽ നിന്ന് വളരെ റിപ്പീറ്റേഷൻ ഉള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ചെയ്തിരിക്കണം എന്നുള്ളത്, എന്ന് വെച്ചാൽ ഈ പാസ് പേപ്പേഴ്സ് ചെയ്തിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് ചെയ്യണം. അത് CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ടൈം വെച്ചിട്ട് തന്നെ ചെയ്യണം. ടൈം കണ്ടീഷൻസിൽ തന്നെ നിങ്ങൾ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിലും അധികം സ്ട്രെസ് ഇല്ലാതെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, മിസ്റ്റേക്ക് നമ്പർ 2 എന്താണ് എന്ന് നമുക്ക് നോക്കാം. നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ റിക്വയർമെന്റ്. സി, നമ്മളുടെ ACCAയിൽ ഇംഗ്ലീഷിലാണ് അല്ലേ. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി ഫോർ സം പീപ്പിൾ ഇംഗ്ലീഷിലാണ് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. ചിലപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല എന്ന് വരാം അല്ലേ. അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസിൻ്റെ റിക്വയർമെന്റ് അല്ലെങ്കിൽ സിനാരിയോ വായിക്കുമ്പോൾ എന്ത് ചെയ്യുക, കൺഫ്യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ഫിക്സ് ചെയ്യാം, ഹൗ ടു ഫിക്സ് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ഒബ്വിയസ്ലി അവിടെ കുറെ കീ പോയിന്റ്സ് ഉണ്ടാവും. നമ്മൾ വായിച്ച് വരുമ്പോൾ നമുക്ക് കീ പോയിന്റ്സ് ഉണ്ടാവും. അത് ഹൈലൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ എക്സാമിലും, അല്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കാനും ഒരു ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ അത് യൂസ് ചെയ്യുക. ഈ കീ പോയിന്റ്സും അതേപോലെ നമുക്കറിയാം വലിയ സിനാരിയോ ആവുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
അപ്പോൾ കീ പോയിന്റ്സ് എന്ത് ചെയ്ത് വെക്കുക, ഹൈലൈറ്റ് അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതേപോലെ തന്നെ യൂസ് ദ പീൽ സ്ട്രക്ചർ. പീൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ പോയിന്റ്, എക്സ്പ്ലനേഷൻ, എക്സാം, ലിങ്ക്, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ നോക്കുന്ന ഒരു സെറ്റപ്പാണ്. ഞാൻ പറഞ്ഞു തരാം എന്താ സംഭവം. ആദ്യം നമ്മൾ എന്താണോ റിക്വയർമെന്റിൽ എന്നുള്ള പോയിന്റ് മനസ്സിലാക്കുന്നു. ആ പോയിന്റിന് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആ പോയിന്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്നിട്ട് ഈ എക്സ്പ്ലനേഷനെ മാച്ച് ചെയ്തിട്ടുള്ള എവിഡൻസ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഈ സിനാരിയോയിൽ വരുന്നത് എന്നുള്ള രീതിക്ക് നമ്മൾ എവിഡൻസ് കൊടുക്കുന്നു. എന്നിട്ട് ഫൈനലി നമ്മൾ എന്ത് ചെയ്തു കൊടുക്കുന്നു, സിനാരിയോയും നമ്മളെ ആൻസറും തമ്മിൽ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ലിങ്കിങ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ത്രൂ ഔട്ട് യുവർ ACCA പേപ്പേഴ്സ്. നിങ്ങൾ നിങ്ങളുടെ സിനാരിയോയിലേക്ക് ലിങ്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്സ് ലൂസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ അധികമാണ്. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ സിനാരിയോ ആയിട്ട് നിങ്ങളുടെ ആൻസേഴ്സ് എന്ത് ചെയ്യണം, ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചോദിക്കും, എങ്ങനെ ലിങ്ക് ചെയ്യാൻ സാറേ? അത് അക്കോർഡിംഗ് ടു ദ സിനാരിയോ നമുക്ക് വ്യത്യാസം വരാം. ചിലപ്പോൾ ആ ഒരു സിനാരിയോത്തെ ചില ഫിഗേഴ്സ് വെച്ചിട്ട് നമ്മൾ അത് ആൻസറിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാവാം. ചിലപ്പോൾ ആ സിനാരിയോയിൽ ഏതെങ്കിലും വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആൻസറിലേക്ക് ഇടുന്നതാവാം. അങ്ങനെ പല രീതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആൻസറും സിനാരിയോയും തമ്മിൽ ലിങ്ക് ചെയ്യാൻ പറ്റും. ഈ ലിങ്കിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതന്നെ ഞാൻ ഈ ലാസ്റ്റ് പോയിന്റും പറയുന്നത്, റിലേറ്റ് യുവർ ആൻസർ ടു ദി സിനാരിയോ. നമ്മൾ സിനാരിയോയിലേക്ക് എന്ത് ചെയ്യുക, റിലേറ്റ് ചെയ്യുക. അവിടെ എന്താണോ സിനാരിയോ സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ നോക്കുക. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പ്രാക്ടീസ് ചെയ്ത്. ACCA പേപ്പർ പാസ്സാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പേപ്പറും പാസ്സാവണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് ഇത് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ മിസ്റ്റേക്സും, ഞാൻ ഇനി മുന്നോട്ട് പറയുന്ന എല്ലാ മിസ്റ്റേക്സും എന്ത് ചെയ്യാൻ പറ്റും, മറികടക്കാൻ പറ്റും. അധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമൊന്നും അല്ല. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താ എന്ന് നോക്കാം. മൂന്നാമത്തെ മിസ്റ്റേക്ക് നോക്കുമ്പോൾ ലാക്ക് ഓഫ് പ്രാക്ടീസ് ആണ്. വളരെ ക്രൂഷ്യൽ ആയിട്ടൊരു സംഭവമാണ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എന്ത് സംഭവം ചെയ്യുകയാണെങ്കിലും, ലൈഫിൽ എന്ത് സംഭവം ചെയ്യുകയാണെങ്കിലും, നമുക്ക് എന്തെങ്കിലും ഒരു സംഭവത്തിൽ നല്ലതാവണം അല്ലെങ്കിൽ നന്നാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, പ്രാക്ടീസ് ചെയ്തേ പറ്റൂ, അല്ലേ? ഇപ്പൊ എന്തൊരു സംഭവം, ഇപ്പൊ ഞാനൊരു ഈ ഗ്ലാസ് എടുക്കാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ, ആദ്യം ചെറിയ കുട്ടിയായപ്പോൾ എനിക്ക് ഈ ഗ്ലാസ് എടുക്കാൻ അറിയില്ല അല്ലെങ്കിൽ നടക്കാൻ അറിയില്ല. അതെങ്ങനെ നമ്മൾ ഇതിലേക്ക് എത്തി, ഈ ഒരു സ്റ്റേജിലേക്ക് എങ്ങനെ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഈ ഗ്ലാസ് എടുക്കാൻ പറ്റി അല്ലെങ്കിൽ നടക്കാൻ പറ്റി? പ്രാക്ടീസ് ചെയ്തു അല്ലേ? വി ഫെയിൽ ആൻഡ് വി കം അഗെയിൻ. പിന്നെയും അതേ സംഭവം ചെയ്ത് ഫെയിലിയറത്തോടെ പിന്നെയും ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, അവസാനം നമുക്ക് ഈ ഗ്ലാസ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നടക്കാൻ പറ്റും, ഓടാൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രാക്ടീസിലൂടെ മാത്രമാണ്. അപ്പോൾ പ്രാക്ടീസ് എന്ന് പറയുന്ന എന്ത് സംഭവത്തിലും, എസ്പെഷ്യലി ഇൻ ACCA എക്സാംസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതൊക്കെ എനിക്ക് അറിയാലോ, ഞാൻ അത് എക്സാമിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെക്കാനേ പാടില്ല. പ്ലീസ്, യു ഹാവ് ടു പ്രാക്ടീസ് ഫോർ യുവർ എക്സാംസ് ഇൻ ഓർഡർ ടു പാസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത് ഫിക്സ് ചെയ്യുക, നമുക്ക് നോക്കാം. സോൾവ് പാസ്റ്റ് എക്സാം പേപ്പേഴ്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞു, CBE പ്രാക്ടീസ് പ്ലാറ്റ്ഫോം വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ പോയി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം. അപ്പോൾ അവിടെ പോയിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അവിടെയാണ് നിങ്ങളുടെ പാസ് പേപ്പേഴ്സ് ഉള്ളത്, അവിടെയാണ് മോക്ക് എക്സാംസ് ഉള്ളത്. ഇതെല്ലാം നിങ്ങളുടെ എക്സാംസിന് നിങ്ങൾ ആ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ സെക്കൻഡ് പോയി നോക്കിക്കേ, മോക്ക് എക്സാംസ്. സ്റ്റഡി ഹബ് ഉണ്ട് ഇപ്പോൾ അല്ലേ? സ്റ്റഡി ഹബ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്. അവിടെ പ്രാക്ടീസ് സെക്ഷൻ ഉണ്ട്, അവിടെ ക്വിസ് സെക്ഷൻ ഉണ്ട്, അവിടെ തന്നെ നോട്ട്സ് ഉണ്ട്. അപ്പോൾ അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഇപ്പോൾ. പിന്നെ എക്സാം കിറ്റ്സ് ഉണ്ട്, നമ്മൾ കപ്ലാൻ, BPP, അതിലും മോക്ക് ടെസ്റ്റ് ഉണ്ട്, അതിൽ കുറേ ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനഫ് പ്രാക്ടീസ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു എക്സാം പാസ് ആവാൻ. പിന്നെ റിവ്യൂ എക്സാമിനേഴ്സ് റിപ്പോർട്ട്. പല സ്റ്റുഡൻസും വേണ്ടത്ര യൂസ് ചെയ്യാത്ത ഒരു സ്റ്റഡി റിസോഴ്സ് ആണ് എക്സാമിനേഴ്സ് റിപ്പോർട്ട്. എക്സാമിനേഴ്സ് റിപ്പോർട്ട് ACCA തന്നെ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ്. ഒരു പാസ് എക്സാമിന്റെ എക്സാമിനർ എങ്ങനെയൊക്കെയാണ് ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എക്സാമിനർ നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരുന്ന ഒരു സംഭവമാണ് എക്സാമിനേഴ്സ് റിപ്പോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് സുഖല്ലേ? ഇപ്പൊ എക്സാമിനർ ഒരു ക്വസ്റ്റ്യൻ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല, അപ്പോൾ എക്സാമിനർ എന്താണ് ഇവിടുന്ന് കിട്ടുന്നത്, എന്താണ് ഇവിടുന്ന് നിങ്ങളുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ആൻസർ ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിരിക്കില്ലേ?
എപ്പോഴും ഒരു ACC എക്സാം എഴുതുമ്പോൾ ആസ് ആൻ ACC അഫിലിയേറ്റ് മൈസെൽഫ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ എപ്പോഴും എക്സാമിനറിനെ പ്ലീസ് ചെയ്യാനാണ് നോക്കേണ്ടത്. എക്സാമിനർക്ക് എന്താണോ വേണ്ടത് അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് വാരിക്കോരി മാർക്ക് തരും. അത്രയും സിമ്പിളാണ്. ഓക്കെ, എക്സാമിനർക്ക് എന്ത് വേണം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആൻസർ ചെയ്യാൻ സിമ്പിളാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ. അപ്പോൾ ഈ എക്സാമിനേഴ്സ് റിപ്പോർട്ട് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാമിനർക്ക് എന്താണ് വേണ്ടത്, എന്താണ് ഈ ചങ്ങായി എൻ്റെ അടുത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് വായിക്കണം? എക്സാമിനേഴ്സ് റിപ്പോർട്ട് വായിക്കണം. ഓക്കെ, അപ്പോൾ എക്സാമിനേഴ്സ് റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഈ എക്സാമിന് നമ്മുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആൻസർ ചെയ്യുന്നതിൽ മറ്റ് സ്റ്റുഡൻസ് വരുത്തുന്ന തെറ്റുകൾ, ഇതൊക്കെ എവിടെ നിന്ന് മനസ്സിലാക്കുക? എക്സാമിനേഴ്സ് റിപ്പോർട്ടിൽ നിന്നാണ് മനസ്സിലാക്കുക. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞു ടൈം മാനേജ്മെന്റിന്റെ കാര്യം, സെക്കൻഡ് പറഞ്ഞു എന്താ പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ലാക്ക് ഓഫ് പ്രാക്ടീസ് ഇപ്പോൾ മൂന്നാമത്തെ പറഞ്ഞതാ. ഓക്കെ, ഓർമ്മ അല്ലെങ്കിൽ പോവാ, നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദി റിക്വയർമെന്റ് അല്ലേ, പിന്നെ ലാക്ക് ഓഫ് പ്രാക്ടീസ്. ഓക്കെ, അപ്പൊ ഇതുവരെ ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ മിസ്റ്റേക്ക് നമ്പർ 4 നോക്കുകയാണെങ്കിൽ എന്താ വരുന്നത്? നോട്ട് റിവ്യൂയിങ് ബിഫോർ സബ്മിഷൻ ഓഫ് യുവർ പേപ്പർ. അപ്പോൾ ആ ഒരു സബ്മിറ്റ് ചെയ്യുന്ന മുന്നേ നമ്മൾ എക്സാംസ് റിവ്യൂ ചെയ്യുന്നില്ല, നമ്മൾ എല്ലാ റിക്വയർമെന്റും എഴുതിയിട്ടുണ്ടോ. 100 മാർക്കിന് എക്സാം എഴുതണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് അല്ലേ. 100 മാർക്കിന് 50 മാർക്ക് മതി എന്ത് ചെയ്യാൻ, പാസ്സാവാൻ. അപ്പൊ 100 മാർക്കിന് ചിലപ്പോഴും നമുക്ക് 50 മാർക്ക് കിട്ടാറില്ല. അപ്പൊ 100 മാർക്കിന് എഴുതിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, നമ്മൾ 100 മാർക്കിന് എഴുതിയിരിക്കണം അല്ലേ. നമ്മുടെ എല്ലാ റിക്വയർമെന്റും മീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ഫോർമുലാസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ അതിനു വേണ്ടി ഒരു പ്രത്യേക സമയം മാറ്റി വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹൗ ടു ഫിക്സ് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസർവ് 5 to 10 minutes, ഒരു 10 മിനിറ്റ്സിന്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുക, അതിനു വേണ്ടി റിസർവ് ചെയ്ത് വെക്കുക. അപ്പോൾ എക്സാം നിങ്ങൾ ടൈം മാനേജ് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഒരു 5 to 10 മിനിറ്റ്സ് മുന്നേ തന്നെ തീർക്കുന്ന പോലെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. പിന്നീട് നമ്മുടെ കാൽക്കുലേഷൻസ് ഒക്കെ പിന്നെ ഒന്ന് റീചെക്ക് ചെയ്യുക. കാരണം കാൽക്കുലേഷൻസിന് വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പ്രത്യേകിച്ചും ഓൺ ഫിഗർ റൂൾ എന്ന് പറയുന്ന സംഭവം ഉള്ളത് കൊണ്ട് തന്നെ. ഓൺ ഫിഗർ റൂൾ എന്താ എന്ന് അറിയുന്നില്ലെങ്കിൽ, ഓൺ ഫിഗർ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻസിൽ നമ്മുടെ ഏതെങ്കിലും ഒരു കാൽക്കുലേഷൻ തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റിയ പോയിന്റിൽ അവരെന്ത് ചെയ്യും, 1 മാർക്കോ 1/2 മാർക്കോ ആ ഒരു മാർക്കിന്റെ ആ ഒരു കാൽക്കുലേഷന്റെ മാർക്ക് മാത്രം കുറച്ച് ബാക്കി ഉള്ളതിന് എന്ത് ചെയ്യും, ആ ഫിഗറിന്റെ ബേസിസിൽ അവർ കാൽക്കുലേറ്റ് ചെയ്ത് മാർക്ക് തരും. സോ ദാറ്റ്സ് ഓക്കെ. ഒരു ഫിഗർ തെറ്റിയാൽ മാത്രം ഒരു കുഴപ്പമില്ല. അപ്പൊ കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അത് റീചെക്ക് ചെയ്യണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ പാർട്ട് ഓഫ് ദി ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നും കൂടി എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. പിന്നെ ഫൈനലി നമുക്ക് വേറൊരു സംഭവം ഉണ്ട്. ദിസ് ഇസ് എസ്പെഷ്യലി ഫോർ പ്രൊഫഷണൽ ലെവൽ പേപ്പർ സ്റ്റുഡൻസ്. നമുക്ക് പ്രൊഫഷണൽ മാർക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും പ്രൊഫഷണൽ മാർക്സ് അല്ലേ, അതൊന്നും വലിയ കാര്യമല്ല, അതൊക്കെ എനിക്ക് കിട്ടിക്കോളും എന്ന് വെച്ചിട്ട് അത് ഇഗ്നോർ ചെയ്ത് പോകുന്ന ഒരു സംഭവം ആണ്. അതിനെക്കാട്ടിയും വലുത് നമ്മൾ പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ മാർക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ P11 പേപ്പേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം 100 മാർക്സിൽ 20 മാർക്സ് എന്താണ്, പ്രൊഫഷണൽ മാർക്സ് ആണ്. അപ്പൊ അത് വളരെയധികം എന്താണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അത് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഇഗ്നോർ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്യാതെ ഇരിക്കാൻ പാടില്ല. P11 മാത്രമല്ല ഈ പ്രൊഫഷണൽ മാർക്സ് എന്ന് പറഞ്ഞ സംഭവം വരുന്നത്. അത് അവിടെ പ്രത്യേകം ഇങ്ങനെ പറയുന്നു 20 മാർക്കിന് എന്ന് മാത്രം. പക്ഷേ AA പോലത്തെ പേപ്പേഴ്സിൽ, തിയറിറ്റിക്കൽ ആയിട്ടുള്ള പേപ്പേഴ്സിൽ അല്ലെങ്കിൽ ഏത് പേപ്പറിലും എക്സാമിനർ നിങ്ങൾ ഒരു ആൻസർ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഫോളോ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ആൻസേഴ്സ് കുറച്ച് പ്രൊഫഷണൽ ആണ്, നിങ്ങളുടെ ആൻസേഴ്സിന്റെ ലാംഗ്വേജ് കുറച്ച് മനസ്സിലാവുന്ന രീതിക്കാണ്, അതേപോലെ നിങ്ങൾ സ്ട്രക്ചർഡ് ആയിട്ടാണ് ആൻസേഴ്സ് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് എന്താണ്, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രൊഫഷണൽ ആയിട്ട് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
ഫോളോ ദ റിക്വയർഡ് ഫോമാറ്റ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ പി ലെവലിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കറിയാം, ചിലപ്പോൾ നമുക്ക് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും, ഇമെയിൽസ് ആയിരിക്കും, ചിലപ്പോൾ മെമോസ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഫോർമാറ്റിൽ തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ സ്കിൽ ലെവൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് പാരഗ്രാഫ് ആയിട്ട് 2 to 3 സെന്റൻസസ് ഒരു പാരഗ്രാഫ് വെച്ചിട്ട് കറക്റ്റ് പാരഗ്രാഫ് ആയിട്ട് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക. കൺസൈസ് ആയിട്ട് ആൻസർ ചെയ്യുക. വളരെ ലോങ് ആയിട്ട് നമ്മൾ ബികോം എക്സാമിലോ അല്ലെങ്കിൽ +2 എക്സാമിലോ എഴുതുന്ന പോലെ കുറേ പാരഗ്രാഫ് കഥ എഴുതുന്ന പോലെ ബാഹുബലിന്റെ കഥ ഒന്നും എഴുതി വെക്കരുത് പ്ലീസ്. അങ്ങനെയൊന്നും ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല, എക്സാമിനർക്ക് ബോർഡാവും, എക്സാമിനർ എന്ത് ചെയ്യില്ല, മാർക്ക് തരില്ല. വളരെ കൺസൈസ് ആയിട്ട് അപ് ടു ദ പോയിന്റ് പ്രൊഫഷണൽ ലാംഗ്വേജിൽ, അതാണ് സെക്കൻഡ് ലൈനിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ബി ക്ലിയർ ആൻഡ് പ്രൊഫഷണൽ ഇൻ യുവർ ലാംഗ്വേജ്. വളരെ കൺസൈസ് ആയിട്ട് ക്ലിയർ ആയിട്ട് എന്താണ് അവർ ചോദിച്ചിട്ടുള്ളത് അതിനെന്ത് ചെയ്യുക, ഉത്തരം പറഞ്ഞു കൊടുക്കുക. പിന്നെ ഹെഡിങ്സ് യൂസ് ചെയ്യുക, സബ് ഹെഡിങ്സ് യൂസ് ചെയ്യുക, പിന്നെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പാരഗ്രാഫ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു അല്ലെ, 2 to 3 സെന്റൻസിനെക്കാട്ടും കൂടുതൽ ഒരു പാരഗ്രാഫ് പോകരുത്. നമ്മൾ 3 സെന്റൻസസ് എന്നാ പറയുന്നത്, ലൈൻ എന്നല്ല. 2 to 3 മീനിങ് ഫുൾ സെന്റൻസസ് ആവുമ്പോൾ ആ പാരഗ്രാഫ് നിർത്തുക, അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ടോപ്പ് 5 എന്താണ്, ടോപ്പ് 5 മിസ്റ്റേക്സ് എ സ്റ്റുഡൻറ് മേക്സ് ഇൻ ദർ ACC എക്സാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എക്സാംസിന് ബെസ്റ്റ് ഓഫ് ലക്ക്. നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നറിയാം. അപ്പോൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇതുപോലെ ACC സ്റ്റഡി ടിപ്സ് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ, ആൻഡ് ഓൾസോ ഹിറ്റ് ദി ബെൽ ബട്ടൺ. ഓക്കെ, താങ്ക് യു. സീ യു ഗൈസ് ലേറ്റർ ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ.